വോട്ട് എണ്ണുന്നതിന് മുൻപ് തന്നെ കൂട്ടിയും കിഴച്ചും അധികാരം ഉറപ്പിക്കുകയാണ് മുന്നണികൾ. LDF തുടർഭരണം നേടുമെന്ന വിലയിരുത്തലിലാണ് CPM. ഇന്റലിജൻസ് റിപ്പോർട്ടും പാർട്ടി അവലോകന റിപ്പോർട്ടും ആധാരമാക്കിയാണ് ഇത്തരത്തിലുള്ള നിഗമനങ്ങളൊക്കെ. CPM തുടർഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രി ചർച്ചകളിലാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. എന്നാൽ UDF-ലെ ഘടകകക്ഷികൾ ഉൾപ്പെടെ ഇത്തരം ചർച്ചയിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. വോട്ട് ശതമാനത്തിൽ മാത്രമല്ല, പുതിയ അക്കൗണ്ടുകൾ തുറക്കുമെന്നാണ് BJP-യുടെ വിലയിരുത്തൽ. എബി ജോൺ തോമസ് ചേരുന്നു ഒരിക്കൽ കൂടി. എബി, ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞത് മുതൽ നമ്മൾ കാണുന്നതാണ് ഈ ഘടകകക്ഷികളുടെയും മുന്നണികളുടെയും ഒക്കെ അവരുടെ വിലയിരുത്തലുകളും ഒക്കെ നമ്മൾ കണക്കുകൂട്ടലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും ഒക്കെ അതുതന്നെയാണ് നമുക്ക് കാണേണ്ടി വരുന്നതും. ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് ഈ മുന്നണികളുടെയൊക്കെ ഒരു കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും ഒക്കെ? തീർച്ചയായും വോട്ട് പെട്ടിയിൽ വീണു. പക്ഷേ കണക്ക് കൂട്ടി ഓരോ മുന്നണിയും അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും CPM അവരുടെ പ്രാദേശിക തലത്തിലുള്ള അവലോകനങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു, ജില്ലാതല അവലോകനങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷം ഇന്നലെ സെക്രട്ടേറിയറ്റ് ചേരുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്തു. അതിനുശേഷം 90-ലധികം സീറ്റുകൾ നേടി LDF തന്നെ ഭരണത്തിൽ തുടരും എന്നുള്ള ഒരു വിലയിരുത്തലാണ് പാർട്ടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും 90 എന്നത് ഒരു അതിശയോക്തിയോടുകൂടി തന്നെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും ഇന്റലിജൻസ് റിപ്പോർട്ട് ഉൾപ്പെടെ പറയുന്നത് LDF അധികാരത്തിൽ തുടരും എന്നുള്ള ഒരു കണക്കാണ്. അത് 75 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് തന്നെ ഭരണം തുടരുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ 56 സീറ്റോളം ഉറപ്പിച്ച സീറ്റുകളാണ്. ബാക്കിയുള്ള സീറ്റുകളിൽ ശക്തമായിട്ടുള്ള മത്സരങ്ങളൊക്കെ തന്നെയും ഉള്ള സാഹചര്യം കൂടിയുണ്ട്. ആ നിലയ്ക്ക് ഉള്ള കാര്യങ്ങളാണ്. ഒപ്പം തന്നെ വോട്ട് വിഹിതത്തിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടാകും തുടങ്ങിയിട്ടുള്ള വിലയിരുത്തലുകളൊക്കെ തന്നെയും പാർട്ടികളുടെ ഭാഗത്ത് അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഒപ്പം തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടിലും ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും LDF ഇത്തരത്തിൽ തുടർഭരണത്തെക്കുറിച്ചൊക്കെ ആലോചനകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൂട്ടലുകളൊക്കെ നടത്തുമ്പോൾ UDF-ഉം കോൺഗ്രസും ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രി ആരാവണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്കൊക്കെയാണ് കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രിസഭാ രൂപീകരണം പോലും ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയൊക്കെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. നിരവധി കേന്ദ്രങ്ങളിൽ നിന്നും അത്തരത്തിൽ മന്ത്രിസഭ ആരൊക്കെ ആയിരിക്കണം, മന്ത്രിമാർ ആവേണ്ടത്, അവരുടെ വകുപ്പുകൾ ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു ലിസ്റ്റ് പോലും തയ്യാറാക്കിക്കൊണ്ട് ഇടുന്ന ഒരു പതിവ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൽ ഇത് ശക്തമായ രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് തന്നെ ഒരു ഘട്ടത്തിൽ മാറുകയും ചെയ്യുന്ന നിരയുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു തുടക്കം വെച്ചത് എറണാകുളത്തെ DC പ്രസിഡന്റ് ഷിയാസ് തന്നെയായിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്നും ഒരു മുഖ്യമന്ത്രി വേണ്ടതുണ്ട്, അല്ലെങ്കിൽ വരണമെന്നാണ് ആഗ്രഹം, എറണാകുളം ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നതോടുകൂടി അതിനെ തള്ളിക്കൊണ്ട് M. ലിജു രംഗത്ത് വരികയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അതൊക്കെയും ഷിയാസിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പാർട്ടി ആണ് തീരുമാനിക്കുന്നത്, ഹൈക്കമാൻഡ് ആണ് അതിൽ കൃത്യമായ നിലപാടെടുക്കുന്നത്. കോൺഗ്രസിന് അങ്ങനത്തെ ഒരു UDF-നും കോൺഗ്രസിനും ആ നിലയ്ക്ക് ഒരു ചട്ടക്കൂടുണ്ട്, അതനുസരിച്ചുള്ള നടപടികളൊക്കെ തന്നെയാണ് ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കലും മന്ത്രിസഭാ രൂപീകരണത്തിലൊക്കെ തന്നെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ M. ലിജു അതിന് ഒരു മറുപടിയായി നൽകി. അതിനുശേഷം നിരവധിയായിട്ടുള്ള നേതാക്കൾ ഇതിന് സമാനമായ രീതിയിലുള്ള നിലപാടുകൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്നലെ ഷിയാസിന് തന്നെ നിലപാട് തിരുത്തേണ്ട ഒരു നില കൂടി വന്നു. എന്തായാലും അത് ഹൈക്കമാൻഡിന്റെ ആണ് തീരുമാനം, എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ആ നിലപാടിൽ നിന്ന് മാറുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും ചെന്നിത്തലയും VD സതീശനും മുഖ്യമന്ത്രിമാരാകണമെന്നുള്ള കൃത്യമായിട്ടുള്ള രണ്ട് പക്ഷങ്ങളുടെ ആവശ്യം തന്നെയാണ് UDF-ൽ കോൺഗ്രസിൽ ശക്തമായി തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് നേതാക്കളുടെയും അനുയായികൾ ശക്തമായ രീതിയിലുള്ള പ്രചാരണ പരിപാടികളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ തന്നെ നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇതിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ഇതിൽ ശക്തമായിട്ടുള്ള എതിർപ്പും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയും ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ലീഗിന്റെ വിലയിരുത്തലായി വന്നിരിക്കുന്നത്. ആ നിലയ്ക്ക് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ലീഗ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങൾ, ഇത്തരം ചർച്ചകളോടുള്ള എതിരഭിപ്രായങ്ങളൊക്കെ വന്നതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് ഒരു ശമനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ രണ്ട് നേതാക്കളുടെയും അണികൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കൾ മുഖ്യമന്ത്രി ആവേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ആ പ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായി
തന്നെ പല ഘടകങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയൊക്കെ പ്രതികരണം ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. BJP സംബന്ധിച്ച ഈ കണക്കുകളൊക്കെ തന്നെയും വെച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 4-ാം തീയതി ആകുമ്പോൾ ഈ പറയുന്ന ഇരു മുന്നണികളും പറയുന്ന കണക്കുകളൊക്കെ അപ്പാടെ തെറ്റും എന്നുള്ളത് തന്നെയാണ് BJP NDA പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ പല മണ്ഡലങ്ങളിലും CPM ശക്തമായ രീതിയിലുള്ള മത്സരം നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേമത്തുൾപ്പെടെ പരാജയം ഉൾപ്പെടെ കാണേണ്ട നിലയാണ് എന്നുള്ളതാണ് CPMന്റെ ഒരു വിലയിരുത്തലായി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നേമം BJP ജയിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ആത്മവിശ്വാസത്തിന് കുറച്ചുകൂടി ആക്കം കൂട്ടുന്ന തരത്തിലുള്ള വിലയിരുത്തൽ കൂടി ചില എതിർ പാർട്ടികളുടെ ഭാഗത്തു നിന്നും എതിർ മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അത് BJP ക്യാമ്പിന് നൽകുന്ന ഒരു ആഹ്ലാദവും ആശ്വാസവും ചെറുതല്ല എന്ന് തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ വോട്ട് തങ്ങൾക്ക് ലഭിക്കാൻ കഴിയും. വോട്ട് കൂടുതൽ നേടുക എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ സീറ്റുകളിലേക്ക് പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്ന് തന്നെയാണ് NDAയുടെ BJPയുടെ തീരുമാനം, നിലപാട്, അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്തായാലും ഈ കണക്കുകൂട്ടലുകളൊക്കെ തന്നെയും മെയ് 4 വരെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ആ ദിവസം വരെ എന്തായാലും ഈ കണക്കുകൂട്ടലുകൾക്ക് ഒരു തരത്തിലുള്ള പഞ്ഞവും ഉണ്ടാകില്ല എന്നതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. എല്ലാവരും തങ്ങൾ അധികാരത്തിൽ വരും, കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ തുടങ്ങിയിട്ടുള്ള പ്രതീക്ഷകളിൽ തന്നെയാണ് മായ.